നമസ്കാരം. ഇന്ന് നിങ്ങളുടെ ഭാഗ്യം എന്താണ് നിങ്ങൾക്കായി കരുതിയിരിക്കുന്നതെന്നറിയണ്ടേ? സൂര്യരാശി നോക്കി ഇന്നത്തെ ഫലമറിയാം. മേടം രാശി. ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. വെല്ലുവിളികൾ എത്ര പ്രയാസകരമായാലും ധൈര്യത്തോടെ നേരിടുക. നല്ല വാർത്തകൾ നിങ്ങളെ തേടിയെത്തും. മത്സര പരീക്ഷകളിലെ വിജയം സന്തോഷം നൽകും. ഭാവിയിൽ കാര്യമായ നേട്ടങ്ങൾ കൈവരുത്തുന്ന വിശ്വസ്തനും കഴിവുള്ളവനുമായ ഒരു വ്യക്തിയുമായി നിങ്ങൾ ബന്ധപ്പെടാം. നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കാനും യാഥാർത്ഥ്യബോധമുള്ള കാഴ്ചപ്പാട് നിലനിർത്താനുമുള്ള സമയമാണിത്. വിശ്വാസവും ഉയർന്ന ശക്തിയും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വിജയം കൊണ്ടുവരും. നിങ്ങളുടെ ചിന്തകൾ പോസിറ്റീവായി നിലനിർത്തുക. യാത്രകൾക്കുള്ള സാധ്യതയുണ്ട്. നല്ല ലക്ഷ്യങ്ങളോടുള്ള ഈ യാത്ര നിങ്ങളെ പുരോഗതിയുടെ പാതയിൽ നിലനിർത്തും. ഇടവം രാശി. ജീവിത സാഹചര്യത്തിൽ നിങ്ങൾ സംതൃപ്തനാകും. ജീവിതത്തിൽ ദ്രുതഗതിയിലുള്ള മാറ്റം സാധ്യമാണ്. ചിന്തകളെയും പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾക്ക് പുതിയ ബിസിനസ്, പുതിയ ചിന്തകൾ, പുരോഗതിയുടെ പുതിയ പാതകൾ എന്നിവ കൊണ്ടുവരും. ചിന്തകളെയും പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതുണ്ട്. എടുക്കുന്ന തീരുമാനങ്ങൾ വലിയ പ്രാധാന്യമുള്ളതായിരിക്കും. സാമ്പത്തിക സ്ഥിതി മികച്ചതായി തുടരും. കഠിനാധ്വാനവും സമർപ്പണബോധവും നിങ്ങളുടെ എല്ലാ ശ്രമങ്ങൾക്കും വിജയം നൽകും. മിഥുനം രാശി. കഠിനാധ്വാനത്തിലൂടെയും സമർപ്പണത്തിലൂടെയും വിജയം കൈവരിക്കും. നിങ്ങളുടെ ആത്മവിശ്വാസവും ഉറച്ച തീരുമാനവും ഉപയോഗിച്ച് വരാനിരിക്കുന്ന എല്ലാ വെല്ലുവിളികളെയും വിജയകരമായി നേരിടുക. ഉയർന്നു വരുന്ന തടസ്സങ്ങൾ മറികടക്കുക. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. നിങ്ങളുടെ സഹപ്രവർത്തകർ, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ എന്നിവരിൽ നിന്ന് കാര്യമായ സഹായം ലഭിക്കും. വിദേശയാത്രയ്ക്കുള്ള ആഗ്രഹവും സഫലമാകും. സത്യസന്ധവും അർപ്പണബോധമുള്ളതുമായ ജോലി നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കുമെന്നതിൽ സംശയമില്ല. പരീക്ഷകളിൽ വിജയമുണ്ടാകും. നിങ്ങളുടെ കഠിനാധ്വാനം നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കും. കർക്കിടകം രാശി. നിങ്ങളുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന സർഗാത്മകത പുറത്തെടുക്കാനുള്ള സമയമാണിത്. നിങ്ങളുടെ കഴിവുകൾ തിരിച്ചറിയുകയും അത് മറ്റുള്ളവരിലേക്ക് പകരുകയും ചെയ്യുക. നല്ല വാർത്തകൾ കേൾക്കും. നിങ്ങൾ ഒരു ജോലി, സ്ഥാനക്കയറ്റം അല്ലെങ്കിൽ ഒരു വിവാഹാലോചന എന്നിവയ്ക്കായി കാത്തിരിക്കുന്നുവെങ്കിൽ അനുകൂലമായ വാർത്തകൾ പ്രതീക്ഷിക്കാം. നിങ്ങളുടെ ജീവിതത്തിലെ ഒരു രഹസ്യം ആളുകൾക്ക് മുന്നിൽ വന്നേക്കാം, പക്ഷേ അത് കൂടുതൽ നേട്ടങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. മത്സര പരീക്ഷകളിലും വിജയ സാധ്യതയുണ്ട്. വിവാഹാലോചനകൾ പരിഗണിക്കുമ്പോൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ചിന്തകൾ പോസിറ്റീവും ശാന്തവുമായി സൂക്ഷിക്കുക. അനാവശ്യമായ മാനസിക പിരിമുറുക്കം ഒഴിവാക്കണം. ചിങ്ങം രാശി. തൊഴിൽ മേഖലയിൽ ഒരു മാറ്റം സംഭവിക്കാം. ക്ഷമയും സംയമനവും പാലിക്കുക. താമസിയാതെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൈവരും. നിങ്ങളുടെ ജീവിത നിലവാരം ഉയരാം. നിങ്ങൾ പരിഹരിക്കാൻ പാടുപെടുന്ന പ്രശ്നങ്ങൾ മുതിർന്നവരുടെ മാർഗനിർദ്ദേശത്തിലൂടെയും ഉപദേശത്തിലൂടെയും എളുപ്പത്തിൽ പരിഹാരം കണ്ടെത്തും. ബിസിനസ്സിൽ നിങ്ങൾക്ക് ഗണ്യമായ പുരോഗതി കൈവരിക്കും. കൂടാതെ ജോലിയിലും ഉയർന്ന സ്ഥാനക്കയറ്റത്തിനുമുള്ള എല്ലാ അവസരങ്ങളും വന്നു ചേരും. ജോലിയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കും. ദൈവത്തിലുള്ള നിങ്ങളുടെ വിശ്വാസം ഇരട്ടിയാകും. കന്നിരാശി. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങൾ ശ്രമിക്കും. സഹപ്രവർത്തകർക്കും പ്രിയപ്പെട്ടവർക്കും നിങ്ങൾ ഒരു നല്ല ഉപദേശകനാകും. യുക്തിസഹവും ബുദ്ധിപരവുമായ സ്വഭാവം നിങ്ങളെ ഒരു ജ്ഞാനിയായ വ്യക്തിയാക്കും. നിങ്ങളുടെ ഉപദേശം മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായിക്കുമ്പോൾ അത് നിങ്ങൾക്കും ഒരുപോലെ സഹായകമാകും. തുലാം രാശി. സാമ്പത്തിക കാര്യങ്ങൾക്ക് ആക്കം കൂട്ടും. കുടുംബത്തിൽ സന്തോഷത്തിന്റെ നിമിഷങ്ങൾ സൃഷ്ടിക്കപ്പെടും. ജീവിത നിലവാരം ഉയരും. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. രക്തബന്ധങ്ങൾ ദൃഢമാകും. വൈകാരിക നിയന്ത്രണം നിലനിർത്തും. ആകർഷകമായ നിർദ്ദേശങ്ങൾ ലഭിക്കും. സമ്പത്തിലും ഐശ്വര്യത്തിലും വർധനവുണ്ടാകും. അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക. സമ്പാദ്യം വർദ്ധിക്കും. പാരമ്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുക. ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നതിൽ പങ്കെടുക്കുക. ബാങ്ക് ഇടപാടുകൾ വേഗത്തിലാകും. വാഗ്ദാനങ്ങൾ നിറവേറ്റുക. ആകർഷകമായ നിർദ്ദേശങ്ങൾ ലഭിക്കും. പ്രതിബദ്ധതകൾ നിലനിർത്തുക. വൃശ്ചികം രാശി. മുതിർന്നവരുടെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുക. ക്രിയാത്മകമായ ശ്രമങ്ങൾക്ക് ആക്കം കൂട്ടും. നേട്ടങ്ങളിലും പുരോഗതിയിലും സന്തോഷമുണ്ടാകും. വെല്ലുവിളികൾ സ്വാഭാവികമായും പരിഹരിക്കപ്പെടും. വ്യക്തിപരമായ കാര്യങ്ങൾ മെച്ചപ്പെടും. ബന്ധങ്ങളിൽ നല്ല മാറ്റങ്ങൾ കാണും. ഭരണപരവും കാര്യനിർവഹണപരവുമായ ജോലികൾ പൂർത്തീകരിക്കും. വിജയശതമാനം ഉയർന്ന നിലയിൽ തുടരും. വിശ്വാസം നേടിയെടുക്കും. കലാപരമായ കഴിവുകൾ മെച്ചപ്പെടും. വ്യാപാരത്തിലും വാണിജ്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ബന്ധങ്ങളിൽ ശ്രദ്ധിക്കുക. കുടുംബകാര്യങ്ങളിൽ ജാഗ്രത പാലിക്കണം. സംവേദനക്ഷമത വർദ്ധിക്കും. ധനുരാശി. അവസരങ്ങളോട് ഉചിതമായി പ്രതികരിക്കുക. നിയമപരമായ കാര്യങ്ങളിൽ ക്ഷമ കാണിക്കുക. ജ്ഞാനത്തോടും ഉപദേശത്തോടും കൂടി പ്രവർത്തിക്കാൻ ശ്രമിക്കുക. ധാർമ്മികതയ്ക്കും നീതിക്കും ഊന്നൽ നൽകുക. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും. സഹകരണ മനോഭാവം വർദ്ധിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ ക്ഷമ കാണിക്കുക. വിവേകത്തോടെ മുന്നോട്ട് പോകുക. തിടുക്കം ഒഴിവാക്കുക. ബന്ധങ്ങളിൽ ബഹുമാനം നിലനിർത്തുക.
ബജറ്റ് അനുസരിച്ച് പ്രവർത്തിച്ചാൽ പുരോഗതി ഉണ്ടാകും. ഉത്സാഹം നിലനിർത്തുക. തന്ത്രപരമായ ചിന്തകളും വിപുലീകരണ പദ്ധതികളും വർദ്ധിക്കും. അടുത്ത ആളുകളിൽ നിന്ന് ഉപദേശം തേടുക. അനായാസം പ്രവർത്തിക്കുക. മകരം രാശി. വിവിധ വിഷയങ്ങളിൽ പോസിറ്റിവിറ്റിക്ക് ആക്കം കൂടും. മത്സരത്തിൽ മികവിനായി പരിശ്രമിക്കുക. പുതിയ വരുമാന സ്രോതസ്സുകൾ വർദ്ധിക്കും. മുടങ്ങിക്കിടക്കുന്ന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും. സാമ്പത്തിക അവസരങ്ങളിൽ നിന്ന് പ്രയോജനം ലഭിക്കും. സമ്പത്തിലും ഐശ്വര്യത്തിലും വർധനമുണ്ടാകും. പ്രധാനപ്പെട്ട ജോലികൾ പുരോഗമിക്കും. ജോലി വിപുലീകരിക്കാൻ താൽപ്പര്യം കാണിക്കുക. മത്സര മനോഭാവം നിലനിർത്തണം. കരിയറിലും ബിസിനസ്സിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. എല്ലാവരോടും ഒപ്പം ചേർന്ന് മുന്നേറുക. തടസ്സങ്ങൾ തരണം ചെയ്യും. ആഗ്രഹിച്ച ഫലങ്ങൾ കൈവരിക്കും. കുംഭം രാശി. ജോലിയിലും ബിസിനസ്സിലും വേഗത നിലനിർത്തും. വ്യവസായ വാണിജ്യ രംഗങ്ങളിൽ പുരോഗതി ഉണ്ടാകും. ചർച്ചകളിൽ പങ്കെടുക്കുക. സ്ഥാനമാനങ്ങളും ബഹുമാനവും ലഭിക്കും. അനുകൂല നിർദ്ദേശങ്ങൾ ലഭിക്കും. ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പോസിറ്റിവിറ്റി വർദ്ധിക്കും. തൊഴിൽ സാധ്യതകൾ വികസിക്കും. അച്ചടക്കം പാലിക്കുക. സംഘടനയെ ബഹുമാനിക്കുക. ചർച്ചകളിൽ വിജയമുണ്ടാകും. സന്തോഷവും സൗകര്യങ്ങളും വർദ്ധിക്കും. പിതൃകാര്യങ്ങൾ അനുകൂലമായി നിലനിൽക്കും. സഹകരണവും സംഭാഷണവും മെച്ചപ്പെടുത്തുക. ആത്മവിശ്വാസത്തോടെ മുന്നേറുക. ബഹുമാനം കാണിക്കണം. മീനം രാശി. തൊഴിൽപരമായ ബന്ധങ്ങളിൽ പുരോഗതി ഉണ്ടാകും. എല്ലാ മേഖലകളിലും ഫലപ്രദമായ പ്രകടനം നിലനിർത്തുക. കലാപരമായ കഴിവുകളിൽ വളർച്ചയുണ്ടാകും. ഭാഗ്യത്തിൽ നിന്ന് പ്രയോജനം നേടുക. അനുകൂലമായ അന്തരീക്ഷം പരമാവധി പ്രയോജനപ്പെടുത്തുക. മംഗളകരമായ കാര്യങ്ങൾ സംഭവിക്കും. ജനങ്ങളുടെ വിശ്വാസം നേടുക. സൗഹൃദവും സുഹൃത്തുക്കളിൽ നിന്നുള്ള പിന്തുണയും വർദ്ധിക്കും. ബിസിനസ്സിൽ ചലനാത്മകത നിലനിർത്തുക. ആത്മവിശ്വാസം നിലനിൽക്കും. വിവിധ ജോലികൾ സംഘടിപ്പിക്കും. സംഭാഷണങ്ങൾ വിജയിക്കും. മുതിർന്നവരുടെ സാന്നിധ്യം ഗുണം ചെയ്യും. വിശ്വാസവും ആത്മീയതയും വർദ്ധിക്കും.